നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1.5 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. പാർട്ടിയിൽ 2 ധ്രുവങ്ങളിലായാണ് കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുന്നോട്ടു പോകുന്നത്. ഇതിനിടെ പാർട്ടിയിൽ അപ്രമാദിത്വം കിട്ടാൻ വേണ്ടിയാണ് കെ.പി.സി.സി. അധ്യക്ഷനെ നീക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് ശക്തമാക്കിയത്. എന്നാൽ ഈ അഭിപ്രായം ശക്തമാക്കിയാൽ പ്രതിപക്ഷ നേതാവിനും സ്ഥാനചലനമുണ്ടാകുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. നേതൃമാറ്റ ആവശ്യത്തിനായി എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമ്പോഴും സതീശനും കാര്യങ്ങൾ എളുപ്പമാകില്ല. മാറ്റാമെങ്കിൽ രണ്ടുപേരും മാറട്ടെ എന്ന അഭിപ്രായവും ശക്തമാണ്. ഇതോടെ നേതൃമാറ്റ ചർച്ചകളും സങ്കീർണമായി തുടരുകയാണ്. സംസ്ഥാന കോൺഗ്രസ് തലപ്പത്ത് കെ. സുധാകരനും വി.ഡി. സതീശനും വേണ്ടത്ര ഐക്യത്തോടെയും ഏകോപനത്തോടെയും പ്രവർത്തിക്കുന്നില്ലെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ സതീശൻ പിന്തുടരുന്ന കർക്കശ രീതി ചില ഘട്ടങ്ങളിലെങ്കിലും ഗുണകരമല്ലെന്ന് വിലയിരുത്തലുണ്ട്. കെ.പി.സി.സി. അധ്യക്ഷനെ കേൾക്കാൻ പോലും സതീശൻ തയ്യാറാകുന്നില്ല. മുതിർന്ന നേതാക്കളെ അവഗണിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഇതിനിടയിലാണ് ഹൈക്കമാൻഡ് നടത്തിയ ഐക്യശ്രമങ്ങളും ലക്ഷ്യം കാണാതെ പാളുന്നത്. രാഷ്ട്രീയ കാര്യ സമിതി നേരത്തെ മാറ്റിവെച്ചതും കഴിഞ്ഞ ദിവസം സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ ഇരു നേതാക്കളും തയ്യാറാകാതിരുന്നതും അനൈക്യത്തിന്റെ തെളിവായി ദേശീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് നേതാക്കൾ ഒന്നിച്ചു നിന്നേ മതിയാകൂവെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. തന്റെ മാത്രം പ്രശ്നമായി ചിത്രീകരിക്കുന്നതിൽ കെ. സുധാകരന് നീരസമുണ്ട്. അദ്ദേഹത്തിനെതിരെ നീക്കം നടക്കുന്നതിൽ അനുയായികളിലും കടുത്ത അതൃപ്തിയുണ്ട്. നിലവിൽ കോൺഗ്രസ് നേതാക്കളിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അപമാനിച്ചിറക്കിവിടാൻ ഹൈക്കമാൻഡും ഭയപ്പെടുന്നു. മാറ്റുന്നെങ്കിൽ രണ്ടുപേരെയുമെന്ന് ചിലർ എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിർദ്ദേശിക്കുക വരെ ചെയ്തു. കൂടിക്കാഴ്ചയിലെ വിശദാംശങ്ങൾ സഹിതമുള്ള റിപ്പോർട്ട് ദീപാദാസ് ദേശീയ നേതൃത്വത്തിന് കൈമാറും. ആരെ മാറ്റണം, ആരെ നിലനിർത്തണം എന്നീ കാര്യങ്ങളിലുള്ള അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെതാണെന്നും അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം സമ്മർദ്ദം ചെലുത്തേണ്ടെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. പാർട്ടിക്കുള്ളിൽ ഐക്യമുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു ശേഷവും നേതൃതലത്തിലെ ഭിന്നത തുടരുന്നതിൽ ദീപാദാസ് മുൻഷിക്ക് അമർഷമുണ്ട്. പോരടിക്കുന്നവർക്കിടയിൽ റഫറിയെപ്പോലെ നിൽക്കേണ്ട അവസ്ഥയിലാണ് താനെന്ന പരിഭവത്തിലാണ് അവർ. ഐക്യമില്ലെങ്കിൽ താൻ ചുമതലയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ തുറന്നടിച്ച അവർ പിന്നീട് നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടപ്പോഴും അതൃപ്തി പ്രകടമാക്കി. തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ സജ്ജമാക്കാൻ ഈ മാസാവസാനമോ ഫെബ്രുവരിയിലോ ഏകദിന ശില്പശാല വിളിച്ചു ചേർക്കാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമായിരുന്നു. അക്കാര്യമടക്കം അറിയിക്കാനാണ് സംയുക്ത വാർത്താ സമ്മേളനം നിശ്ചയിച്ചത്. എന്നാൽ നേതാക്കൾ ഒന്നിച്ചിരിക്കാൻ തയ്യാറാകാത്തതിനാൽ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കാൻ പോലും പാർട്ടിക്കായില്ല. എല്ലാ മാസവും രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം നിലവിലെ സ്ഥിതിയിൽ പാലിക്കപ്പെടാനുള്ള സാധ്യതയും വിദൂരമാണ്.